ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സുകളും 2021 മുതൽ 2024 വരെ PSC LD നിലവാരത്തിൽ ചോദിച്ച 21ഓളം ചോദ്യപേപ്പറുകളും അതേപോലെ തന്നെ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ഈ 3 സ്റ്റേജുകളിലെ എക്സാമുകളിലെ ചോദ്യപേപ്പറുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വിക്ക് റിവിഷൻ സ്ട്രാറ്റജിയാണ് LDC റാപ്പിഡ് റിവിഷൻ 2024. തുടക്കക്കാരായ ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും 50 മാർക്കിലേക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്ന തരത്തിലാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സിലബസ് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ കൂടിയാണ് റാപ്പിഡ് റിവിഷൻ 2024. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് 14ാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ ഇതുവരെ നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നിന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും എല്ലാം രേഖപ്പെടുത്തുന്നു. തുടർന്നും ഇങ്ങനെ തന്നെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നമ്മൾ കെമിസ്ട്രിയുടെ ക്ലാസ് ആണ്. അപ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമുകളിലെ ചോദ്യങ്ങൾ വരെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഏറ്റവും കഴിഞ്ഞ സ്റ്റേജ് 3 എക്സാം വരെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമിലെ ചോദ്യങ്ങൾ വരെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു റിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. അതിക്ക് മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിലവിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോ കാണാത്തവരും ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് പിൻ ചെയ്തേക്കാം. ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. അതേപോലെ ക്ലാസ് കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് പോരെ, അവിടെ നോട്ട് ഇതിൻ്റെ PDF അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ആദ്യത്തെ ചോദ്യം. ഓക്കെ, ചോദ്യം ഇതാണ്: ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH വാല്യൂ എത്രയാണെന്നുള്ളത്. ഈ ചോദ്യം എന്ന് പറയുന്നത് സ്റ്റേജ് 3 ചോദിച്ച ചോദ്യമാണ്. ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH വാല്യൂ എത്രയാണെന്നുള്ളത്. അതിന്റെ ഉത്തരം 5 ആയിരുന്നു. റാങ്ക് ഫയലിൽ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് പോലുള്ള വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH വാല്യൂ ആണ് ഏതെന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ലായിനി ആസിഡ് ആണോ അല്ലെങ്കിൽ എന്താണ് ബേസ് ആണോ ആൽക്കലി ആണോ? ഓക്കെ, അപ്പോൾ ആസിഡ് ആണോ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, pH മൂല്യം അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരു ലായിനി ആസിഡ് ആണോ അല്ലെങ്കിൽ ആൽക്കലി ആണോ എന്ന് തിരിച്ചറിയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ pH വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് അത് എന്താണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി pH രൂപം, അതായത് pHന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മളിപ്പോൾ പറഞ്ഞു, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതാണ് എന്ത്, pHന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നതാണ്. അതായത് ഹൈഡ്രജന്റെ വീര്യത്തെയാണ് ഇത് നിലവിൽ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. pH സ്കെയിൽ കണ്ടുപിടിച്ചത് ആരാണ് എന്ന് വേണമെങ്കിൽ ഇനി ചോദിക്കാം. ആരാണ്? സോറൻ സോറൻസൺ ആണ്. ഓക്കെ, അപ്പോൾ സോറൻ സോറൻസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്, pH സ്കെയിൽ കണ്ടുപിടിച്ചത്. pH സ്കെയിൽ കണ്ടുപിടിച്ച ആരാ? സോറൻ സോറൻസൺ. ഓക്കെ, നമുക്കറിയാം 0 മുതൽ 14 വരെയാണ് ഒരു ലായനിയുടെ pH മൂല്യം നിർണ്ണയിക്കുന്ന വിലകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും pH വാല്യൂ എന്ന് പറയുന്നത്? 0 to 14 വരെയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഒരു ലായനിയുടെ pH മൂല്യം നിർണ്ണയിക്കുന്ന വിലകൾ എന്ന് പറയുന്നത്. pH മൂല്യം 7ന് മുകളിൽ വരുന്നതാണെങ്കിൽ അവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ആൽക്കലി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ pH മൂല്യം 7ന് മുകളിൽ വരുന്നവയെ നമുക്ക് എന്തെന്ന് വിളിക്കാം മക്കളെ, ആൽക്കലി എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ 7ന് മുകളിൽ വരുന്ന എന്താ, ആൽക്കലി ആണ്. ഓക്കെ, ഇനി pH മൂല്യം 7ന് താഴെ വരുന്നതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, ആസിഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ 7ന് താഴെ വരുന്നത് ആസിഡും 7ന് മുകളിൽ വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അതിനെ ബേസ് അല്ലെങ്കിൽ ആൽക്കലി എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടല് 0 to 14 വരെയാണ് pH സ്കെയിലിലെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7 ആണ്. ഓക്കെ, അപ്പോൾ നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എത്രയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എന്ന് പറയുന്നത്, അത് 7 ആണ്. ഓക്കെ, അപ്പോൾ നിർവീര്യ വസ്തുവിന്റെ pH മൂല്യം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7 ആണ്. ജലീയ ലായനിയുടെ pH മൂല്യം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, pH മീറ്റർ എന്ന് പറയുന്നത്. pH മീറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറിയപ്പെടുന്നതാണ് പ്രോബ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന pH മീറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെ പറയുന്ന പേരാണ് എന്തെന്ന്, പ്രോബ് എന്ന് പറയുന്നത്. ഈ പ്രോബ് നിക്ഷേപിച്ചാണ് എന്ത് നിർണ്ണയിക്കുന്നത്, നമ്മൾ pH വാല്യൂ നിർണ്ണയിക്കുന്നത്. അപ്പോൾ പ്രോബ് എന്ത് ചെയ്യും, പ്രോബ് നിക്ഷേപിച്ചതിന് ശേഷമാണ്, നോക്കിയതിന് ശേഷമാണ് അത് എത്രയാണ് അതിന്റെ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ എന്നുള്ളത് എന്ത് ചെയ്യുന്നത്, നിർണ്ണയിക്കുന്നത്.
നമുക്കറിയാം കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യമായിരുന്നു പി എച്ചിനോട് അടുത്ത് മണ്ണിൽ എന്താണ് അനുയോജ്യമായി കൃഷി ചെയ്യാവുന്ന ഒരു വിളയായിരുന്നു ഏതെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പി എച്ച് 5 അടുത്ത് വരുന്ന എന്താണ് കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഉരുളക്കിഴങ്ങ്. മക്കളെ, അങ്ങനെയാണ് ഇനി ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് ക്യാരറ്റ്, ക്യാബേജ് തുടങ്ങിയ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച് മൂല്യം എത്രയാണ്? അത് 7 മുതൽ 8 വരെയാണ്. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. പി എച്ച് മൂല്യം 7 മുതൽ 8 വരെയാണ് എന്ത് ക്യാരറ്റ്, ക്യാബേജ് മുതലായ വിളകൾക്ക് അനുയോജ്യമായ മണ്ണിന്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാരറ്റും ക്യാബേജിനും 7 to 8, ഉരുളക്കിഴങ്ങ് 5 ആണ്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പി എച്ച് മൂല്യവുമായി ബന്ധപ്പെട്ട് പഠിച്ചത്. പി എച്ച് മൂല്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജനെയാണ് പി എച്ച് എന്ന് നമ്മൾ പറയുന്നത്. ആരാണ് ഈ പി എച്ച് സ്കെയിൽ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ആരാണ് ഇത് കണ്ടുപിടിച്ചത്? സൊറൻസൺ ആണ് എന്ത് കണ്ടുപിടിച്ചത്? ഈ പറയുന്ന നമ്മുടെ പി എച്ച് സ്കെയില് കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചാൽ സൊറൻസൺ ആണ്. സൊറൻസൺ 0 മുതൽ 14 വരെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ലായനിയുടെ പി എച്ച് മൂല്യം നിർണ്ണയിക്കുന്ന വില എന്ന് പറയുന്നത്. 7 മുകളിലാണെങ്കിൽ ആൽക്കലിയും 7 താഴെയാണെങ്കിലോ ആസിഡുമാണ്. ഓക്കെ, ഇനി നിർവീര്യ വസ്തുവിന്റെ അതായത് ശുദ്ധജലത്തിന്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്തായിരിക്കും? അപ്പോൾ 7 ആണ് ശുദ്ധജലത്തിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, പി എച്ച് മീറ്ററിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രോബ് എന്ന് വിളിക്കുന്നത്. പ്രോബ്. ഓക്കെ, അപ്പോൾ റീസെന്റ് ആയിട്ട് ചോദിച്ചതാണ് 5 അടുത്ത് പി എച്ച് വാല്യൂ വരുന്ന മണ്ണിൽ കൃഷി ചെയ്യാവുന്ന ഒരു വിളയാണ് ഏതെന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങ്. അങ്ങനെയാണെങ്കിൽ 7 മുതൽ 8 വരെയും ഏതാണ്? ക്യാരറ്റ്, ക്യാബേജ്. ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ് ക്യാരറ്റ്, ക്യാബേജ്. നമുക്ക് കുറച്ച് പി എച്ച് മൂല്യങ്ങൾ ഒന്ന് നോക്കാം. ഓക്കെ, അമോണിയയുടെ ആണെങ്കിൽ 10.6 to 11 വരെയാണ് അമോണിയയുടെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അമോണിയയുടെ 10.6 to 11. ചുണ്ണാമ്പ് വെള്ളമാണെങ്കിലോ 10.5 ആണ് ചുണ്ണാമ്പ് വെള്ളത്തിന്റെ 10.5. അപ്പക്കാരത്തിന്റെ ആണെങ്കിൽ 8 to 9 ആണ് അപ്പക്കാരം 8 to 9. ടൂത്ത് പേസ്റ്റ് ആണെങ്കിലോ 8.7 ആണ്. ടൂത്ത് പേസ്റ്റിന്റെ പി എച്ച് വാല്യൂ ചോദിച്ചു കഴിഞ്ഞാൽ 8.7 ആണ്. കടൽ വെള്ളത്തിന്റെ ആണെങ്കിലോ 8 ആണ്. ഈ ഒരു ചോദ്യം ഒത്തിരി തവണ വി എസ് ചോദിച്ചേക്കണേ ഉണ്ടോ? കടൽ വെള്ളത്തിന്റെ പി എച്ച് വാല്യൂ എത്രയാണ്? അതേപോലെ തന്നെ രക്തത്തിന്റെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചാൽ അത് 7.4 ആണ് രക്തത്തിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. ഇനി ശുദ്ധജലത്തിന്റെ ആണെങ്കിലോ 7 ആണ്. ശുദ്ധജലത്തിന്റെ 7 ആണ്. ഉമിനീരിന്റെ ആണെങ്കിൽ 6.4 ആണ് ഉമിനീരിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. 6.4 ഉമിനീര്. പാലിന്റെ ആണെങ്കിലും 6.4. ഉമിനീരും പാലും ഒക്കെ എന്താണ്? സെയിം ആണ്, 6.4 ആണ്. ഓക്കെ, ഇനി ഏതാണ്? നമ്മുടെ മൂത്രത്തിന്റെ ആണെങ്കിലോ 6 ആണ് അതിന്റെ പി എച്ച് വാല്യൂ. പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ 6 ആണ് എന്ത്? മൂത്രം എന്ന് പറയുന്നത്. ചായ ആണെങ്കിൽ 5.5. അതേപോലെ കാപ്പിയുടെ പി എച്ച് വാല്യൂ ആണ് 5. ബിയറിന്റെ ആണെങ്കിൽ 4.5 ആണ്. ബിയറിന്റെ 4.5. അമ്ലമഴ 4 to 5.5 ആണ് അമ്ലമഴ എന്ന് പറയുന്നത്. തക്കാളി ആണെങ്കിൽ 4.2 ആണ്. വിനാഗിരിയും 4.2 ആണ്. ഓക്കെ, നമുക്കറിയാം തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്, വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഒക്കെ. ഇനി ഓറഞ്ച് ജ്യൂസ് ആണെങ്കിലോ 3.1 to 4.1 ആണ് ഓറഞ്ച് ജ്യൂസ്. മുന്തിരിയുടെ പി എച്ച് വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3.48 to 4.5 ആണ് മുന്തിരി. നാരങ്ങളിലാവുമ്പോഴത്തേക്കും കുറയും, 2.4. ആമാശയരസം 1.6 to 1.8 ആണ് ആമാശയരസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും പി എച്ച് വാല്യൂ എങ്കിലും മക്കളെ എക്സാമിന് പോകുന്നതിന് മുന്നോടിയായിട്ട് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഏറ്റവും പ്രീവിയസ് ഇയർ ചോദിച്ച മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ശുദ്ധജലത്തിന്റെ പി എച്ച് മൂല്യം എത്രയാണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞു. അതിന്റെ ഉത്തരം എത്രയാണ്? 7 ആണ് ശുദ്ധജലത്തിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാ? 7 ആണ് ശുദ്ധജലത്തിന്റെ പി എച്ച് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യം വളരെ വ്യക്തമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത ചോദ്യമാണ്. ഇതും സ്റ്റേജ് 1 ചോദിച്ച ചോദ്യമാണ്. അതായത് കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് എന്നുള്ളത്. ഓക്കെ, കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ എന്ന് പറയുന്നത് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അയിരുകൾ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സാമിന് പോകുമ്പോൾ ഉറപ്പായിട്ട് നോക്കിയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം ഏതാണ് സിങ്കിന്റെ അയിരാണ് ഏതെന്ന് പറയുന്നത്? കലാമിൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലോഹങ്ങളും അയിരുകളും എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നോക്കേണ്ടതാണ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ അയിരാണ് ഏതെന്ന് പറയുന്നത്. അലൂമിനിയം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് ബോക്സിലാക്കി കൊണ്ടുപോകണമെന്ന് ഓർത്താൽ മതി. കാരണം അലൂമിനിയത്തിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ എന്ത് ചെയ്യുക? അലൂമിനിയം കിട്ടിക്കഴിഞ്ഞാൽ ബോക്സിലാക്കി കൊണ്ടുപോയാൽ മതി.
അപ്പോൾ എന്താണ് പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അലൂമിനിയം ബോക്സൈറ്റ് ക്രയോലൈറ്റ് ആണ് എന്ത് അലൂമിനിയത്തിന്റെ അയിര് എന്ന് പറയുന്നത്. അപ്പോൾ അലൂമിനിയം ലോഹത്തിന്റെ അയിരാണ് ഏതെന്ന് പറയുന്നത് ബോക്സൈറ്റ് ക്രയോലൈറ്റ്. ഇനി മെർക്കുറി, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. മെർക്കുറി എന്ന് പറയുന്ന ലോഹത്തിന്റെ അയിര് ഏതാന്ന് ചോദിച്ചാൽ അത് സിന്നബാർ ആണ്. മെർക്കുറി സിന്നബാർ. ടൈറ്റാനിയത്തിന്റെ അയിരാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈറ്റാനിയത്തിന്റെ അയിര് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. ഇനി തോറിയത്തിന്റെ അയിര് ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് മോണോസൈറ്റ്. തോറിയം മോണോസൈറ്റ്. ഇനി കോപ്പർ ലോഹത്തിന്റെ അയിരാണ് കോപ്പർ പൈറൈറ്റൈസും അതേപോലെ കുപ്രൈറ്റ്, മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഏതാണ് കോപ്പറിന്റെ അയിരുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ പൈറൈറ്റീസ്, അതേപോലെ തന്നെ കുപ്രൈറ്റ്, മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ് ആണ് കോപ്പറിന്റെ. ഓക്കെ, അപ്പോൾ കോപ്പറിന്റെ ആണ് ഏതൊക്കെ കോപ്പർ പൈറൈറ്റീസ്, കുപ്രൈറ്റ്, മാലക്കൈറ്റ്, ചാൽക്കോസൈറ്റ്. ഇനി സിങ്കിന്റെ ആണ് സിങ്ക് ബ്ലൈൻഡും അതേപോലെ തന്നെ കലാമിനും. ചോദിച്ച ചോദ്യം അത് തന്നെയായിരുന്നു. അതായത് കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെയാണ്, ഏതിന്റെയാണ് സിങ്ക് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് സിങ്ക് ബ്ലൈൻഡും കലാമിനും. ടിന്നിന്റെ ആണ് കാസിറ്ററൈറ്റ്. ഓക്കെ, അപ്പോൾ കാസിറ്ററൈറ്റ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിന്നിന്റെ ആണ് കാസിറ്ററൈറ്റ്. ആന്റിമണി സ്റ്റിബ്നൈറ്റ്. ഓക്കെ, ആന്റിമണി എന്ന് പറയുന്നത് സ്റ്റിബ്നൈറ്റ് ആണ്. മാംഗനീസ് പൈറോലുസൈറ്റ് ആണ്. സ്വർണത്തിന്റെ ആണ് ബിസ്മത്ത് അറേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്വർണത്തിന്റെ അയിര് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിസ്മത്ത് അറേറ്റ് ആണ്. മക്കളെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ചോദ്യം എന്ന് പറയുന്നത് സ്വർണത്തിന്റെ അല്ലെങ്കിൽ സ്വർണം എന്ന് പറയുന്നതിന്റെ ആറ്റോമിക സംഖ്യ എത്രയാണെന്നുള്ളത് താഴെ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, സ്വർണം എന്ന് പറയുന്നത് ഓറമാണ്. അപ്പോൾ സ്വർണത്തിന്റെ ആറ്റോമിക സംഖ്യ എത്രയാണെന്നുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. യുറേനിയം പിച്ച് ബ്ലൈൻഡ് ആണ്. ലെഡ് ഗലീന ലിത്താർജ് ആണ് ലെഡിന്റെ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും ലോഹങ്ങളും അവയുടെ അയിരുകളും ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. 1 മാർക്ക് ഇതിൻ്റെ ഒന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, കഴിഞ്ഞ എക്സാമിന് വീണ്ടും ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഏതെന്ന് പറയുന്നത് രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്ന അക്വാറീജിയ എന്നാൽ എന്താണെന്നുള്ളത്. PSCക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് അക്വാറീജിയ എന്ന് പറയുന്നത്. അപ്പോൾ അക്വാറീജിയയുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമുക്ക് ഈ ഒരു എക്സാമിലും പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന എക്സാമിലെ ചോദ്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ രാജകീയ ദ്രാവകം അക്വാറീജിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് 1:3 ആണ്. അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെയാണ്? അതായത് അക്വാറീജിയയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? അത് നൈട്രിക് ആസിഡും അതേപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ് നമ്മുടെ ആൻസറിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, സാധനം കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1:3 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 1:3. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ബാക്കി പോയിന്റ്സ് കൂടി നോക്കാം. ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അക്വാറീജിയ ലായനിയുടെ നിറം എന്താണ് വേണമെങ്കിൽ ചോദിക്കാം. അക്വാറീജിയ ലായനിയുടെ നിറം എന്താന്ന് ചോദിച്ചാൽ മക്കളെ മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് അക്വാറീജിയ എന്നറിയപ്പെടുന്നത്. ഓക്കെ, മഞ്ഞ നിറമാണ് അക്വാറീജിയ. അപ്പോൾ മഞ്ഞ കളർ ഇഷ്ടമുള്ളവരൊക്കെ താഴെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അക്വാറീജിയ ലായനിയുടെ നിറമാണ് മഞ്ഞ. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട കളറാണ് മഞ്ഞ എന്ന് പറയുന്നത്. ഓക്കെ, അക്വാറീജിയ കണ്ടുപിടിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാബിർ ഇബിൻ ഹയ്യാൻ ആണ്. ഓക്കെ, അപ്പോൾ ജാബിർ ഇബിൻ ഹയ്യാൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്, അക്വാറീജിയ കണ്ടുപിടിച്ചത്. ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അതേപോലെ തന്നെ എന്താണ് നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ് എന്തെന്ന് പറയുന്നത് അക്വാറീജിയ എന്ന് പറയുന്നത്. അപ്പോൾ ഗാഢ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അതേപോലെ തന്നെ എന്താണ് നൈട്രിക് ആസിഡിന്റെയും മിശ്രിതമാണ് എന്തെന്ന് പറയുന്നത് അക്വാറീജിയ എന്ന് പറയുന്നത്. അക്വാറീജിയയിലെ ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അനുപാതം എന്ന് പറയുന്നത് എന്താണ്, അത് 1:3 ആണ്. നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അനുപാതം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അക്വാറീജിയയിൽ നൈട്രിക് ആസിഡിന്റെയും ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അനുപാതം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനിയും എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യം ചോദിക്കാം. അപ്പോൾ എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്, 1:3 ആണ് എന്തെന്ന് പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെയും അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നൈട്രിക് ആസിഡിന്റെയും അനുപാതം എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ സ്വർണവും അതേപോലെ തന്നെ പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകം ഏതാന്ന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഒരു പ്രസ്താവന ലെവലിൽ ചോദിച്ചാലും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റണം. അപ്പോൾ സ്വർണവും പ്ലാറ്റിനവും ലയിക്കുന്ന ദ്രാവകമാണ് ഏതെന്ന് പറയുന്നത് അക്വാറീജിയ. അക്വാറീജിയ ശേഖരിക്കുന്നത് ഗ്ലാസ് കണ്ടെയ്നറുകളിലാണ് കേട്ടോ.
അപ്പോൾ അക്വാറീജിയ ശേഖരിക്കുന്നത് എന്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കണ്ടെയ്നറുകളിലാണ് എന്ത് ചെയ്യുന്നത്, അക്വാറീജിയ ശേഖരിക്കുന്നത്. അക്വാറീജിയ ഒരിക്കലും അടച്ച കണ്ടെയ്നറുകളിൽ എന്ത് ചെയ്യാറില്ല, ശേഖരിക്കാറില്ല. ഓക്കെ, അപ്പോൾ അക്വാറീജിയ എന്ന് പറയുന്നത് എന്താണ്, ഗ്ലാസ് കണ്ടെയ്നറുകളിലാണ് ശേഖരിച്ചു വയ്ക്കുന്നത്. അക്വാറീജിയ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, അടച്ച് ശേഖരിച്ചു വയ്ക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അക്വാറീജിയയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതായത് യൂണിവേഴ്സിറ്റി LGSന് അതേപോലെ തന്നെ ഖാദി ബോർഡ് LDC അതേപോലെ തന്നെ എന്താണ് 10th ലെവൽ പ്രിലിം സ്റ്റേജിലൊക്കെ ചോദിച്ച ചോദ്യമാണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം താഴെ പറയുന്നവയിൽ ഏതാന്നുള്ളത്. അത് ഏതാണ്, പ്രോട്ടോൺ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ബേസ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. PEN-RTC എന്ന് പറയുന്ന ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നമുക്കറിയാൻ പറ്റും. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ആരാണ്, ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്, ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്. ഓക്കെ, അപ്പോൾ PEN പെൻ എഴുതുക, താഴെ എന്ത് ചെയ്യുക, RTC എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ എന്താണ് PEN-RTC എന്നുള്ളൊരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നതാണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഫസ്റ്റ് P, താഴെ എന്താണ്, NRTC, PEN-RTC. അപ്പോൾ പിയുടെ താഴെ വരുന്ന എന്തായിരിക്കും, R ആണ്. അപ്പോൾ അതെന്താണ്, റൂദർഫോർഡ് ആണ് പ്രോട്ടോൺ കണ്ടുപിടിച്ചത്. ഓക്കെ, അടുത്തത് E വരുന്നത് PEN, അടുത്ത RT, അതാണ് JJ തോംസൺ ആണ് ഇലക്ട്രോൺ. അടുത്തതാണ് എന്തെന്ന് പറയുന്നത്, RTC എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, PEN ന്യൂട്രോൺ കണ്ടുപിടിച്ചത് RTC. അപ്പോൾ അതാണ് ഏറ്റവും അവസാനമാരാണ് RTC എന്ന് പറയുന്നതാണ്. അപ്പോൾ അതാണ് ജെയിംസ് ചാഡ്വിക്. ഓക്കെ, അപ്പോൾ എന്താണ്, റൂദർഫോർഡ്, അതേപോലെ തന്നെ എന്താണ് തോംസൺ, അതേപോലെ തന്നെ എന്താണ് ചാഡ്വിക്. PEN-RTC എന്ന് പറയുന്ന ആ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതെല്ലാം നമുക്ക് സെറ്റാണ്. ഓക്കെ, ഇനി നമുക്കറിയാം ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് അതേപോലെ തന്നെ ഫിംഗർ പ്രിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രോട്ടോൺ ആണ്. ഓക്കെ, അപ്പോൾ ഒരാറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ്, ഫിംഗർ പ്രിന്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതാണ് പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണമാണ് എന്തെന്ന് പറയുന്നത്, പ്രോട്ടോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മൂലകത്തിൽ നിന്നും എന്താണ് അതായത് മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താ, പ്രോട്ടോൺ ആണ്. പ്രോട്ടോണിന്റെ മാസിന് തുല്യമായതാണ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോണിന്റെ മാസിന് തുല്യമായത് എന്താന്ന് ചോദിച്ചാൽ ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണ്. ഇനി ഒരു ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജുള്ള കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രലോകം തിരിച്ചറിഞ്ഞത് 1911 നമ്മുടെ എന്താണ് ബംഗാൾ വിഭജനമൊക്കെ റദ്ദ് ചെയ്ത സമയത്താണ് എന്ത്, ഒരാറ്റത്തിന് പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നുള്ള ആ ഒരു വിവരം ശാസ്ത്രലോകം എന്ത് ചെയ്യുന്നത്, അംഗീകരിച്ച വർഷം എന്ന് പറയുന്നത്. ഓക്കെ, കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എപ്പോഴും നമുക്ക് തിരിഞ്ഞു പോകുന്നതാണ്. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം ആറ്റോമിക നമ്പറും ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയ്ക്ക് പറയുന്ന പേരാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ തുകയാണ് എന്തെന്ന് പറയുന്നത്, മാസ് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് എന്തെന്ന് പറയുന്നത്, ആറ്റോമിക നമ്പർ. അതിനെ വിശേഷിപ്പിക്കുന്ന ഇംഗ്ലീഷ് ആൽഫബറ്റിലെ എത്രയാണ്, ഏത് അക്ഷരമാണെന്ന് ചോദിച്ചാൽ അത് ഇസഡും, ഇവിടെ എന്താണ് മാസ് നമ്പർ എന്ന് പറയുന്നത് എയുമാണ്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് മക്കളെ, ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത് ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ്, ജോൺ ഡാൾട്ടൺ. ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് ആരെന്ന് പറയുന്നത്, ജോൺ ഡാൾട്ടൺ. ഓക്കെ, അപ്പോൾ ആറ്റം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ആരാ, ജോൺ ഡാൾട്ടനാ. ആധുനിക ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനും ആര് തന്നെയാ, ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ആറ്റത്തിന്റെ ബില്യാർഡ് ബോൾ മാതൃക, ഓക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. ആറ്റത്തിന്റെ ബില്യാർഡ് ബോൾ മാതൃക നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനും ആര് തന്നെയാ, ജോൺ ഡാൾട്ടൺ ആണ്. ഈ ജോൺ ഡാൾട്ടന് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു, നിറങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതിന് പറയുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഡാൾട്ടനിസം അല്ലെങ്കിൽ വർണ്ണാന്തത എന്ന്. അതായത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു അസുഖമായിരുന്നു എന്തെന്ന് പറയുന്നത്, ഡാൾട്ടനിസം അല്ലെങ്കിൽ വർണ്ണാന്തത. അതായത് അദ്ദേഹത്തിന് എന്തില്ല, നിലവിലെ നിറങ്ങൾ തിരിച്ചറിയാനായിട്ട് എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. അതായത് ചുമപ്പും അതേപോലെ തന്നെ പച്ചയും ആ ഒരു നിറം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക, അതുകൊണ്ടാണ് അദ്ദേഹത്തിന്
എന്ത് ഡാൾട്ടനിസം എന്ന ഒരു അസുഖമായിരുന്നു. അതായത് വർണ്ണാന്തത എന്ന് പറയുന്ന അസുഖം. നമുക്കറിയാം പ്രാഥമിക നിറങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അതിന്റെ കോഡ് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഗാന്ധിജിയുടെ രണ്ടാം ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് അതിന്റെ മുകളിൽ ജി, ഗാന്ധിജിയുടെ രണ്ടാം, അടുത്തത് ഭാര്യ യമുനയിൽ മുങ്ങിച്ചത്തു, അങ്ങനെ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് പ്രാഥമിക വർണ്ണങ്ങളും അതേപോലെ തന്നെ ദ്വിതീയ വർണ്ണങ്ങളും ഏതൊക്കെയാണ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. അതിന്റെ കോഡൊക്കെ മെമ്മറി കോഡ്സ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇതിന്റെ തന്നെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് പോയി കണ്ടാൽ മതി. ഇഷ്ടംപോലെ കോഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ, ഇനി യുറേനിയം 235 ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടേക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം ആ ഒരു സമയത്താണ് ഈ ഒരു പേര് ഏറ്റവും കൂടുതൽ കേട്ടേക്കുന്നത്, യുറേനിയം 235 എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് ഈ പറയുന്ന ഫാറ്റ് ബോയും അതേപോലെ തന്നെ എന്താണ് ലിറ്റിൽ ബോയ്, ഇവയൊക്കെ ആ ഒരു പേരിൽ ഫാറ്റ്മാനും ലിറ്റിൽ ബോയും ഈ രണ്ട് പേരുകളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നെന്ന് പറയുന്നത് ഈ പറയുന്ന യുറേനിയം 235 ആണ്. അതേപോലെ തന്നെ പൊളോണിയവും. അപ്പോൾ ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോട്ടോപ്പ് ഏതാന്ന് PSC ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോട്ടോപ്പിന് പറയുന്ന പേരാണ് യുറേനിയം 235. ഹിരോഷിമയിൽ വർഷിച്ച അണുബോംബിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഏതെന്ന് പറയുന്നത് 235. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വേറൊരു ലെവലിൽ എന്ത് ചെയ്തേക്കണം, ഈ യുറേനിയം 235 കേട്ടേക്കണം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നത്, കെമിസ്ട്രിയിലും പഠിച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഓർത്തു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ആണവ നിലയങ്ങളിലെ ഇന്ധനമായി ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ഐസോട്ടോപ്പ് ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അതിന്റെ ഉത്തരമാണ് യുറേനിയം 235 എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് കാർബൺ 14. ഒത്തിരി തവണ നമ്മൾ കേട്ടേക്കണ സംഭവമാണ്. കാർബൺ 14ന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. കാർബണിന്റെ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ് ഏതെന്ന് പറയുന്നത് കാർബൺ 40. അതായത് ഫോസിലുകളുടെയും ജൈവ വസ്തുക്കളുടെയും ചരിത്രാതീത കാലത്തെ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പിന് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് കാർബൺ 40 എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ എന്താണ് പുരാവസ്തു കേന്ദ്രങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ എന്താണ് ഈ പറയുന്ന ഒത്തിരി കാലം പഴക്കമുള്ള വസ്തുക്കൾ, അതായത് ഇപ്പോൾ ഫോസിലുകളാവാം അല്ലെങ്കിൽ ജൈവാവശിഷ്ടങ്ങളൊക്കെ ആവാം. അപ്പൊ അതിൻ്റെയൊക്കെ ആ ഒരു കാലപ്പഴക്കം നമ്മൾ നിർണ്ണയിക്കുന്നത് എന്താണ്, കാർബൺ 40 ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നത്. അതേപോലെ തന്നെ ഭൂഗർഭജലത്തിന്റെ കാലപ്പഴക്കം ഇമ്പോർട്ടൻ്റ് ആണോ, ചിലപ്പോൾ റാങ്ക് മേക്കിംഗ് ആയിട്ടൊക്കെ ചോദിക്കാം. താഴെ പറയുന്നവയിൽ ഭൂഗർഭജലത്തിന്റെ എന്താണ് കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഒക്കെ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വല്ല ക്ലോറിനോ അങ്ങനെയൊക്കെ വച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചാടിക്കേറി അതൊക്കെ അടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ് കാർബൺ 14 തന്നെയാണ് എന്ത് ഭൂഗർഭജലത്തിന്റെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പ്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോവാം. തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം, തന്മാത്ര എന്ന് വിളിക്കാം. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത് തന്മാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര എന്ന് പറയുന്നത്. പ്രപഞ്ചത്ത് ബിൽഡിംഗ് ബ്ലോക്കുകൾ, ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാ, തന്മാത്ര തന്നെയാണ്. ഓക്കെ, അപ്പോൾ പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ അതേപോലെ തന്നെ എന്താണ് ഇഷ്ടികകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തന്മാത്രയാണ്. അപ്പോൾ എന്താണ് പ്രപഞ്ചത്തിലെ ബിൽഡിംഗ് ബ്ലോക്കുകൾ, ഇഷ്ടികകൾ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാ, തന്മാത്രയാണ്. ഇനി സ്വതന്ത്രമായും സ്ഥിരമായും നിലനിൽക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് എന്തെന്ന് പറയുന്നത് തന്മാത്ര. തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് അവഗാട്രോ ആണ്. ഓക്കെ, അപ്പോൾ തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതിന്റെ ഉത്തരം ആരാ, അവഗാട്രോ. ആറ്റങ്ങൾ ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നത് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആറ്റങ്ങൾ ചേർന്നാണ് എന്തുണ്ടാകുന്നത്, തന്മാത്രകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും കാര്യം തന്മാത്രയുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തത് ഹീലിയം. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് ഏതെന്ന് പറയുന്നത് അത് എന്താണ് ഹീലിയമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ഒരു കോഡ് പഠിച്ചാണ് ബൊഫൻ എന്ന് പറഞ്ഞൊരു കോഡ്, BOPHAN. അപ്പോൾ ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BO ഏതാണ്, ഓക്സിജൻ ആണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ PH, അപ്പൊ ഏതാണ്, ഹൈഡ്രജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഏതാന്ന് ചോദിച്ചാലോ മക്കളെ അത് നൈട്രജൻ ആണ്. അപ്പൊ അതിന്റെ കോഡാണ് നമ്മൾ പറഞ്ഞത് ബൊഫൻ എന്ന് പറയുന്ന ഒരു കോഡ് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറ്റും, ഭൂവൽക്കത്തിലെ ഏറ്റവും കൂടുതൽ
പ്രപഞ്ചത്തിലെ ഏറ്റവും കൂടുതൽ, അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതൽ. മൂന്നിൻ്റെ ആൻസർ നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി സൂര്യനിലെ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഏതാന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏതാ, ഈ പറയുന്ന ഹീലിയ. എന്ത്, സൂര്യനിലെ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം എന്ന് പറയുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകമാണ് ഏതെന്ന് പറയുന്നത്, ഹീലിയം. അതേപോലെ തന്നെ അതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാ, ഹീലിയമാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകമാണ് ഹീലിയം എന്ന് പറയുന്നത്. അടുത്താണ് ഫുട്ബോളിന്റെ ആകൃതിയിലുള്ള കാർബണിന്റെ ഒരു രൂപാന്തരമാണ് ഏതെന്ന് പറയുന്നത്, ഫുള്ളറിൻ എന്ന് പറയുന്നത്. ചോദിച്ചേക്കണ ചോദ്യമാണ്. നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം എന്ത് ചെയ്തേക്കണതാ, 2021 മുതൽ 2024 വരെ ചോദിച്ച ചോദ്യങ്ങളാണ്. പിന്നെ ഓരോന്നും ഏതാണ് എക്സാം എന്ന് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം എന്ത് ചെയ്യാം, ഇതെല്ലാം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഫുള്ളറിൻ എന്നറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബക്കി ബോർഡ്. അപ്പോൾ ഫുള്ളറിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബക്കി ബോൾഡ് എന്ന് പറയുന്നത്. ബക്കി ബോൾഡ് പഞ്ചഭുജ ആകൃതിയിലും ഷഡ്ഭുജ ആകൃതിയിലും ഉള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപങ്ങളാണ് കാർബണിന്റെ രൂപാന്തരമായിട്ടുള്ള ഫുള്ളറിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമാണ് കാർബണിന്റെ എന്തെന്ന് പറയുന്നത്, ഫുള്ളറിൻ. ഇനി സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിൻ ഏതാന്ന് ചോദിച്ചാൽ അതാണ് ബക്കി ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബക്കി ട്യൂബ് ആണ് എന്ത്, സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിൻ പറയുന്നതാണ് ബക്കി ട്യൂബ്. എന്താണ്, ബക്കി ട്യൂബ്. ഓക്കെ, അപ്പൊ അത് എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഡയമണ്ടിന്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന മൂലകം ഏതാണ്? ഡയമണ്ടിന്റെ മഞ്ഞ നിറത്തിന് കാരണമാകുന്ന മൂലകം ഏതാന്ന് ചോദിച്ചാൽ ഏതാണ്, അത് നൈട്രജൻ ആണ്. വജ്രത്തിന്റെ നീല നിറത്തിന് കാരണമാകുന്ന മൂലകം ചോദിച്ചു കഴിഞ്ഞാലോ അത് ബോറോൺ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് കുറച്ച് കളറുകൾ എങ്ങനെയാണ് അത് ഉണ്ടാകുന്നതും അതേപോലെ തന്നെ അത് ഉണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് ചേർക്കേണ്ടതെന്നുള്ളതും നമുക്കൊന്ന് നോക്കാം. വെടിമരുന്ന് കത്തുമ്പോൾ മഞ്ഞ നിറം ലഭിക്കാനായിട്ട് എന്ത് ചേർക്കണം, സോഡിയമാണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഈ പറയുന്ന വെടിമരുന്ന് കത്തുമ്പോൾ നമുക്കൊരു മഞ്ഞ നിറം കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്ത് ചേർക്കണം, സോഡിയം ചേർക്കണം. അപ്പൊ സോഡിയം ചേർത്താൽ എന്തായിരിക്കും, നല്ല മഞ്ഞ കളറിൽ കിട്ടും. ഓക്കെ, അടുത്തത് എന്താണ്, വെടിമരുന്ന് കത്തുമ്പോൾ എന്താണ്, ഓറഞ്ച് നിറം കിട്ടാനായിട്ട് കാൽസ്യമാണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓറഞ്ച് നിറത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചേർക്കണം, കാൽസ്യം ചേർക്കണം. ഇനി ചുവപ്പ് നിറം ലഭിക്കാനായിട്ടോ സ്ട്രോൺഷ്യം. അപ്പൊ സ്ട്രോങ് ആയിട്ടുള്ള എപ്പോഴും എന്താണ്, ചുമപ്പാണ്. അപ്പൊ എന്താണ്, ചുമപ്പ് ചേർക്കണം. എന്ത് ചെയ്യാൻ, സ്ട്രോൺഷ്യം ചേർത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ചുമപ്പ് കിട്ടും. ഇനി ബേരിയം ആണെങ്കിലോ പച്ച നിറം കിട്ടാൻ. ഓക്കെ, അപ്പോൾ വെടിമരുന്ന് കത്തുമ്പോഴുള്ള ഈ നിറങ്ങൾ എന്നും PSCക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്, ഓർത്തു വെച്ചോ. സോഡിയം മഞ്ഞ നിറം, കാൽസ്യം ഓറഞ്ച് നിറം, സ്ട്രോൺഷ്യൻ ചുവപ്പ് നിറം, ബേരിയം എന്ന് പറയുന്നതാണ് പച്ച നിറം. എപ്പോഴും ചോദിക്കാറുണ്ട്, ഓർത്തു വെച്ചോ. അടുത്തത് ഡിസ്ചാർജ് ലാമ്പുകളിൽ നിറയ്ക്കുന്ന വാതകങ്ങളും ലഭിക്കുന്ന വർണ്ണങ്ങളും. അതും എന്താണ്, PSCക്ക് വളരെയധികം പ്രിയപ്പെട്ട സംഭവമാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇതുകൂടി എന്ത് ചെയ്യുക, അതിൻ്റെ കൂടെ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്, ഡിസ്ചാർജ് ലാമ്പുകളിൽ നിറയ്ക്കുന്ന വാതകങ്ങളും അതിൽ വാതകങ്ങൾ നിറച്ചു കഴിയുമ്പോൾ കിട്ടുന്ന എന്താണ് നിറം എന്നുള്ളതും. ഓക്കെ, അതിൻ്റെ അത് ഹൈഡ്രജൻ ഡിസ്ചാർജ് ലാമ്പിൽ ഉള്ള നിറം എന്താണെന്ന് ചോദിച്ചാൽ അത് നീലയാണ്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജനിൽ എന്താണ്, നീലയാണ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആകാശത്ത് അല്ലെങ്കിൽ എന്താണ് അന്തരീക്ഷത്തിൽ എന്താണ്, ഇപ്പൊ നിലവിൽ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അന്തരീക്ഷത്തിൽ സൂര്യനിലെ ഏറ്റവും കൂടുതൽ ഹൈഡ്രജൻ, അത് കഴിഞ്ഞാൽ ഹീലിയം എന്നൊക്കെയല്ലേ പറയണത്. അപ്പൊ എന്ത് ചെയ്യുക, ഹൈഡ്രജൻ മുകളിൽ നീല കളർ എന്ന് ഓർത്താൽ മതി. അടുത്തത് നിയോൺ ഓറഞ്ചുകൾ, ഏറ്റവും ടേസ്റ്റ് ഉള്ള ഓറഞ്ചുകൾ ഏതാണ്, നിയോൺ ഓറഞ്ചുകൾ എന്ന് ഓർത്താൽ മതി. അപ്പൊ എന്ത് കിട്ടും, ഓറഞ്ച് കിട്ടും. നിയോൺ ഓറഞ്ച്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഓറഞ്ച് ഏതാണ്, നിയോൺ ഓറഞ്ച്. ഓക്കെ, ഇനി സോഡിയത്തിന്റെ മഞ്ഞ നോക്കി, ഇവിടെയും സോഡിയം എന്താണ്, മഞ്ഞയാണ്. എന്ത് ചെയ്തത്, വെടിമരുന്ന് കത്തുമ്പോഴും സോഡിയം മഞ്ഞ, ഡിസ്ചാർജ് ലാമ്പിലും എന്താണ്, ഈ പറയുന്ന സോഡിയം മഞ്ഞ തന്നെയാണ് വന്നത്. അടുത്തത് ക്ലോറിൻ എന്തിലാണ് നമ്മൾ കലക്കണത്, പച്ചവെള്ളത്തിലാണ് എന്ത് ചെയ്യുന്നത്, ക്ലോറിൻ കലക്കണത്. അപ്പൊ എന്താണ്, ക്ലോറിൻ ഡിസ്ചാർജ് ലാമ്പിൽ എപ്പോഴും എന്തായിരിക്കും, പച്ച കളർ ലൈറ്റ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ക്ലോറിൻ പച്ചവെള്ളത്തിലാണ് കലക്കുന്നത് ഓർത്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന ക്ലോറിൻ കിട്ടും. മെർക്കുറി എന്ന് പറയുന്നത് എന്താണ്, മെർക്കുറി ബൾബുകൾ എന്ന് ഓർത്താൽ മതി. അപ്പൊ മെർക്കുറി ബൾബ് എന്തായിരിക്കും, വെള്ള കളറാണ് മെർക്കുറി. ഓക്കെ, അപ്പൊ മെർക്കുറിക്ക് വെള്ള കളർ എന്ന് ഓർത്താൽ മതി. ഇനി നൈട്രജൻ, അതായത് ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ഗെയിം ഒക്കെ കളിക്കാൻ നേരത്തെ അതിൻ്റെ അകത്ത് NFS നീഡ് ഫോർ സ്പീഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഈ നൈട്രജൻ കൊടുത്തു കഴിയുമ്പോൾ ആ കാറിൻ്റെ നിന്നും പോകുന്ന നൈട്രജൻ എന്ന് പറയുന്നത് ചുമന്ന കളറിലാണ്. ഓക്കെ, അപ്പം എന്താണ് നൈട്രജൻ കൊടുത്തു കഴിയുമ്പോൾ എന്താണ് ചുവപ്പ് എന്ന് ഓർത്താൽ മതി. അപ്പം നൈട്രജൻ ഡിസ്ചാർജ് ലാമ്പിൽ എന്താണ് എന്താണ് കളർ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചുവപ്പായിരിക്കും. അപ്പോൾ എന്താണ് ഈ നൈട്രജൻ വണ്ടികൾക്ക് സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണല്ലോ നൈട്രജനൊക്കെ അന്ന് എന്ത് ചെയ്യുന്നത്, ഈ റേസിങ്ങിന് പോകുന്ന വണ്ടികൾക്കൊക്കെ നൈട്രജൻ കൊടുക്കും. അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ആ വണ്ടി സ്പീഡ് കൂടാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്താണ് നൈട്രജൻ കൊടുക്കുമ്പോൾ എന്താണ് ചുവപ്പാണ് ആ സമയത്ത് വരുന്ന സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നൈട്രജൻ ചുവപ്പ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ നിറങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്തതിലേക്ക് പോവാം. കാർബണിന്റെ ഏറ്റവും കഠിനമായ രൂപാന്തരമാണ് ഏതെന്ന് പറയുന്നത്? വജ്രം എന്ന് പറയുന്നത്. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം അതും എന്ത് തന്നെയാ? വജ്രം തന്നെയാണ്. ഓക്കെ, ഇനി വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC ചോദിച്ച ചോദ്യമാണോ ഇത്. അതായത് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായത് എന്ത് പ്രകാശത്തിന്റെ പ്രതിഭാസമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണ ആന്തരിക പ്രതിഫലനം, അതായത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് എന്തിന്? വജ്രത്തിന്റെ തിളക്കത്തിന് കാരണമായിട്ടുള്ള പ്രതിഭാസം എന്ന് പറയുന്നത്. വജ്രത്തിന്റെ കാഠിന്യത്തിനും ഉയർന്ന താപചാലകക്കും കാരണവും അതിന്റെ സഹസംയോജക ബന്ധമാണ്. പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലിന് പറയുന്ന പേരാണെന്ത്? മൊഹസ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ പദാർത്ഥത്തിന്റെ കാഠിന്യം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് മൊഹസ് സ്കെയിൽ എന്ന് പറയുന്നത്. വജ്രം, രത്നം തുടങ്ങിയവയുടെ ഭാരം രേഖപ്പെടുത്തുന്നത് ഏത് യൂണിറ്റിലാണെന്ന് ചോദിച്ചാൽ മക്കളെ കാരറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വജ്രമാണെങ്കിലും രത്നമാണെങ്കിലും അവയുടെ ഭാരം രേഖപ്പെടുത്തുന്നത് കാരറ്റിലാണ്. രത്നങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര് ഒരിക്കൽ PSC ചോദിച്ചേക്കണ ചോദ്യമാണ്. രത്നത്തെക്കുറിച്ചുള്ള പഠനം താഴെ പറയുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ജെമ്മോളജി. ഓക്കെ, അപ്പോൾ ജെമ്മോളജി എന്ന് പറയുന്നത് രത്നങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. 100 ക്യാരറ്റോ അതിൽ കൂടുതലോ മൂല്യമുള്ള വജ്രത്തെയാണ് പാരഗൺ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി നിങ്ങൾക്ക് എന്താണ് എന്തെങ്കിലും ഗിഫ്റ്റ് ഒക്കെ വാങ്ങണ സമയത്ത് നിങ്ങൾ പറയാം എന്ത് ചെയ്യാം, എനിക്ക് പാരഗൺ ഡയമണ്ട് മതി എന്ന് പറയാം. അതായത് 100 ക്യാരറ്റോ അതിൽ കൂടുതലോ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട് ആണ് ഏതെന്ന് പറയുന്നത്? പാരഗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാരഗൺ ഡയമണ്ട് എന്ന് പറയുമ്പോൾ പാരഗൺ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പാരഗണിന്റെ ചപ്പൽസും ആയിക്കൊണ്ട് വരും. അപ്പൊ പ്രത്യേകം പറയണം എന്ത്? പാരഗൺ ഡയമണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ചാടി കയറി സമ്മതിക്കും. പാരഗൺ ഓക്കെ സെറ്റ് ഞാൻ വാങ്ങിക്കൊണ്ടുവരാം, അത് മതിയോ എന്ന് ചോദിക്കും, ഒരെണ്ണം മതിയോ എന്ന് ചോദിക്കും. അപ്പൊ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ വിചാരിക്കാം എന്താണ് പാരഗൺ ഡയമണ്ട് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് എത്ര? 100 ക്യാരറ്റിന് മുകളിലുള്ള ഏകദേശം ബ്ലൂ കളറ് എന്താണ് റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു തരം എന്താണ് പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട് ആണ് ഈ പറയുന്ന പാരഗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി യഥാർത്ഥ വജ്രം അതേപോലെ തന്നെ കൃത്രിമ വജ്രം തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ് കിരണം. ഓക്കെ, അപ്പോൾ അൾട്രാ വയലറ്റ് കിരണം കൊണ്ട് എന്തുണ്ട്? ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് വജ്രം അതായത് യഥാർത്ഥ വജ്രമാണോ അല്ലെങ്കിൽ കൃത്രിമ വജ്രമാണോ എന്ന് തിരിച്ചറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൾട്രാ വയലറ്റ് കിരണമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി കൃത്രിമ വജ്രം കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൻറി മോയ്സൺ ആണ് കൃത്രിമ വജ്രം കണ്ടെത്തിയത്. കൃത്രിമ വജ്രം ഹെൻറി മോയ്സൺ. ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ വജ്രം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ അത് കൊഹിനൂർ ആണ്. ഒത്തിരി തവണ PSC ചോദിച്ചാണ് കേട്ടോ. അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കിട്ടിയ സംഭവമാണ് ഏതെന്ന് അല്ല, ഇത് ഇന്ത്യയിൽ നിന്നും ലഭിച്ചതാണ് കൊഹിനൂർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കൊഹിനൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ പർവ്വതം എന്നതാണ് എന്ത് കൊഹിനൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ പർവ്വതം എന്നതാണ് എന്തെന്ന് പറയുന്നത് കൊഹിനൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ വജ്രമുള്ളത് എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് എന്ത് ചെയ്തത്? ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വജ്രം എവിടെ നിന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് കിട്ടിയത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പൂർണ്ണാന്തരിക പ്രതിഫലനം, യഥാർത്ഥ വജ്രമാണോ കൃത്രിമ വജ്രമാണോ എന്നറിയാൻ അൾട്രാ വയലറ്റ്, ആരാണ് കൃത്രിമ വജ്രം കണ്ടുപിടിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെൻറി മോയ്സൺ ആണ്. അതേപോലെ ഇന്ത്യയിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ വജ്രമാണ് കൊഹിനൂർ എന്ന് പറയുന്നത്. 100 കാരറ്റിന് മുകളിലേക്കുള്ള ആ ഒരു വജ്രത്തെ അറിയപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? പാരഗൺ എന്നറിയപ്പെടുന്നത്. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അഷ്ടക നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ന്യൂലാൻഡ് ആണ് അഷ്ടക നിയമം എന്ത് ചെയ്തത്? ആവിഷ്കരിച്ചത്. മൂലകങ്ങളെ അവയുടെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വർഗീകരണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചാൽ അത് ആരാണ്? മോസ്ലി ആണ്. ആധുനിക പീരിയോഡിക്
ടേബിൾ ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞന്മാർ തന്നെയാണ് മോസ്ലിയാണ്. ആധുനിക ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഗുണത്തിന്റെ ആറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് അറ്റൻഡർ KSDC 2023 ചോദിച്ച ചോദ്യമാണ്. എന്ത് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആറ്റോമിക നമ്പറിന്റെയാണ്. മൂലക വർഗീകരണത്തിന്റെ സമഗ്രമായ ഉപാധിയാണ് എന്തെന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ ആവർത്തന പട്ടിക. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആന്റോണിയോ ലവോസിയാണ്. ഓക്കെ, ഒത്തിരി തവണ ചോദിച്ചേക്കണേ കേട്ടോ. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ച ശാസ്ത്രജ്ഞന്റെ പേരാണ് ആന്റോണിയോ ലവോസിയോ. 1789 ലവോസിയോ 30 മൂലകങ്ങളെയാണ് ലോഹങ്ങളും അലോഹങ്ങളുമായി തിരിച്ചത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഈ ഒരു ഇയർ എന്ന് പറയുന്നത് 1789. ഫ്രഞ്ച് റെവല്യൂഷൻ. അതേപോലെ തന്നെ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയത് ജെയിംസ് മാഡിസൺ 1789. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വച്ചേക്കോട്ടാ. ഓക്കെ, അത് വേറെ ഒന്നും വേണ്ടിയിട്ടല്ല കേട്ടോ, റിവിഷന് വേണ്ടിയിട്ടാണ് ഞാനത് ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി മൂലകങ്ങളെ അവയുടെ ആറ്റോമിക മാസിന്റെ ക്രമത്തിൽ വിന്യസിച്ച റഷ്യൻ ശാസ്ത്രജ്ഞനാണ് ദിമിത്രി ഇവാനോച്ച് മെൻഡലിയേവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആവർത്തന പട്ടികയുടെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ ദിമിത്രി മെൻഡലിയേവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ചോദിക്കാറുണ്ട്, ഏതാണ്? ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഹെൻറി മോസ്ലി. ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ള കോളങ്ങൾ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. സമാന്തരമായിട്ടുള്ള കോളങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പിരീഡുകൾ എന്ന് പറയുന്നത്. സമാന്തരം, പിരീഡ്. ആവർത്തന പട്ടികയിലെ കുത്തനെയുള്ള കോളങ്ങളാണ് എന്തെന്ന് പറയുന്നത്? അതാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആവർത്തന പട്ടികയിലെ സമാന്തരമായിട്ടുള്ളത് പിരീഡുകളും ആവർത്തന പട്ടികയിലെ കുത്തനെ ഉള്ളത് ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഗ്രൂപ്പുകൾ. ആവർത്തന പട്ടികയിലെ ആകെ പിരീഡ് എപ്പോഴും എന്തായിരിക്കും? 7 ഓക്കെ, പിരീഡ് 7. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അതിൽ നിന്നും നമുക്ക് ഒന്ന് ഓർത്തു വച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് രൂപാന്തരത്വം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്ക് പോകണം. അതിക്ക് മുമ്പ് ഹീലിയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഹീലിയം. ഏറ്റവും ഭാരം കുറഞ്ഞ രണ്ടാമത്തെ മൂലകം, ഏറ്റവും ഭാരം കുറഞ്ഞ ഉത്കൃഷ്ടവാതകം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഏത് തന്നെയാണ്? ഹീലിയം തന്നെയാണ്. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി സൂര്യനിൽ രൂപം കൊള്ളുന്ന വാതകം. അപ്പൊ ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നു. ഓക്കെ, ന്യൂക്ലിയർ ഫ്യൂഷന്റെ ഫലമായി എന്ത് ചെയ്യുന്നു? സൂര്യനിൽ നിന്നും രൂപം കൊള്ളുന്ന വാതകമാണ് ഹീലിയം എന്ന് പറയുന്നത്. ഏറ്റവും കുറഞ്ഞ തിളനിലയുള്ള മൂലകം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത് എപ്പോഴും PSC ഈ ഡിഗ്രി ലെവല് അല്ലാത്ത നമ്മുടെ LGS ലെവലിലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്, ഹൈഡ്രജൻ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാന്നുള്ളത്. അതേതാണ്? ഹീലിയമാണ് ഹൈഡ്രജൻ ബലൂണുകളിൽ നിറയ്ക്കുന്നത്. കൺഫ്യൂഷനാണ്. താഴെ എന്തുണ്ടാവും? ഹൈഡ്രജൻ ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷനിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് പറയും? PSC മണ്ടന്മാർ ഇതേ കാണിച്ചു വെച്ചേക്കണോ? ഹൈഡ്രജൻ ബലൂണിൽ ഹൈഡ്രജൻ അല്ലാതെ പിന്നെ ഓക്സിജൻ ആണോ നിറക്കണേന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും നമ്മൾ ഉത്തരത്തിലേക്ക് എത്തുന്നത്. പക്ഷെ ഹീലിയമാണ് നിറയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ PSC എന്താണോ അവിടെ കൊടുത്തിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തുന്ന ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ പഴയ കാലത്തൊക്കെ ഒത്തിരി തവണ ആ ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. ഓക്കെ, LGS ലെവലിലാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടേക്കണത്. ഓക്കെ, അതൊക്കെ പോട്ടെ. രൂപാന്തരത്വം. ക്രിസ്റ്റൽ ആകൃതിയിലില്ലാത്ത കാർബൺ രൂപാന്തരങ്ങളാണ് ക്രിസ്റ്റൽ ആകൃതി ഇല്ലാത്ത കാർബൺ രൂപാന്തരങ്ങളെ കാർബൺ എന്ന് പറയുന്നു. താഴെ പറഞ്ഞവയിൽ അമോർഫസ് കാർബണിന്റെ ഉദാഹരണം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാഫൈറ്റ് എന്ന് പറയുന്നത്. താപഗതികമായി കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരത്തെ ഗ്രാഫൈറ്റ് എന്ന് പറയുന്നു. പാളികളായി കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരം. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഓക്സിജൻ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. 16ാമത്തെ ഗ്രൂപ്പില് ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാന്ന് ചോദിച്ചാൽ ഓക്സിജൻ ആണ്. 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഓക്സിജൻ, സൾഫർ, സെലിനിയം, അതേപോലെ തന്നെ ഡെലിറിയം, പൊളോണിയം, ലിവർമോണിയം. ഇതൊക്കെയാണ് 16ാം ഗ്രൂപ്പിലെ മറ്റു മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഓക്സിജന്റെ ആറ്റോമിക സംഖ്യ എത്രയാ? 8 ഓക്സിജന്റെ ആറ്റോമിക സംഖ്യ. ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്
അംശിക സ്വേദനം എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സിജൻ വ്യാവസായികമായി നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് അംശിക സ്വേദനം. അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ് എത്രയാന്ന് ഒത്തിരി തവണ PSC ചോദിക്കാറുണ്ട്. എത്രയാ മക്കളെ? 21% അന്തരീക്ഷത്തിൽ ഓക്സിജന്റെ അളവ്. ഓക്സിജൻ ദ്രാവകമായി മാറുന്ന താപനിലയാണ് -183°C ആണ്. ഓക്സിജൻ ദ്രാവകമായി മാറുന്നത് -183°C. ഇനി ഓക്സിജൻ ഖരമായി മാറുന്ന താപനില എത്രയാണെന്ന് ചോദിച്ചാൽ അത് എത്രയാണ്? 219°C ആണ്. ഓക്കെ, 219°C ആണ് ഓക്സിജൻ ഖരമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ അത്ര ഒന്ന് ഓക്സിജനുമായി ബന്ധപ്പെട്ട് ഓർത്തു വെച്ചോ. 8 എന്തെന്ന് പറയുന്നത് ആറ്റോമിക സംഖ്യ. അതേപോലെ തന്നെ എന്താണ് 21% അന്തരീക്ഷത്തിൽ ഓക്സിജൻ ഉള്ളത്. അതേപോലെ തന്നെ എന്താണ് അതായത് അംശിക സ്വേദനം എന്ന പ്രക്രിയയിലൂടെയാണ് ഓക്സിജൻ എന്ത് ചെയ്യുന്നത്? വ്യാവസായികമായി നിർമ്മിക്കുന്നത്. ഇത്രയും കാര്യങ്ങളെങ്കിലും ഓക്സിജനുമായി ബന്ധപ്പെട്ട് പഠിച്ചു വയ്ക്കാം. ടെക്നീഷ്യത്തിന്റെ ആറ്റോമിക നമ്പറാണ് 43 എന്ന് പറയുന്നത്. ടെക്നീഷ്യം 43. ടെക്നീഷ്യം കണ്ടുപിടിച്ചത് എമിലിയെ സെഗ്രയും കാർലോ പെരിയറുമാണ് എന്ത് ചെയ്തത്? ടെക്നീഷ്യം കണ്ടുപിടിച്ചത്. ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള മൂലകം എത്രയാണെന്ന് ചോദിച്ചാൽ ഓക്കെ, ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ 118. ഓക്കെ, ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള മൂലകങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 118. ഓക്കെ, സ്വാഭാവിക മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് 92. 92ാമത്തെ മൂലകം ഏതാന്ന് ചോദിച്ചാൽ അത് യുറേനിയമാണ്. ഓക്കെ, അപ്പോൾ 92ാമത്തെ മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാ? യുറേനിയമാണ്. ഫോട്ടോ കോപ്പി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന മൂലകമാണ് സെലീനിയം എന്ന് പറയുന്നത്. അപ്പോൾ ഫോട്ടോ കോപ്പി യന്ത്രത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന മൂലകം ഏതാ? സെലീനിയമാണ്. ഇനി ആദ്യത്തെ കൃത്രിമ മൂലകം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? ടെക്നീഷ്യം. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. പ്രകൃതിദത്തമായി കാണുന്ന ഭാരം കൂടിയ മൂലകം ഏതാന്ന് ചോദിച്ചാൽ അത് യുറേനിയമാണ്. ഓക്കെ, അപ്പോൾ പ്രകൃതിദത്തമായി കാണുന്ന ഭാരം കൂടിയ മൂലകമാണ് ഏതെന്ന് പറയുന്നത്? യുറേനിയം എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തൊരു ചോദ്യമാണ് W ഏത് മൂലകത്തിന്റെ പ്രതീകമാണ്? ടങ്സ്റ്റണിന്റെ പ്രതീകമാണ് W എന്ന് പറയുന്നത്. എപ്പോഴും ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു ചോദ്യം. ഓക്കെ, കാലിയം എന്നത് ഏത് മൂലകത്തിന്റെ ലാറ്റിൻ നാമമാണ്? കാലിയം പൊട്ടാസ്യം. അപ്പോൾ ഈ പറയുന്ന ലാറ്റിൻ നാമങ്ങൾ, മൂലകങ്ങൾ, പ്രതീകം, അതേപോലെ തന്നെ അതിന്റെ ഉത്ഭവം എപ്പോഴും PSCക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? അത് ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? പഠിച്ച് അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും വായിച്ചു നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സ്വർണം AU, ഉത്ഭവം ഓറം എന്നാണ്. ഓക്കെ, അപ്പോൾ ഓറം എന്ന് പറയുന്നതാണ് സ്വർണം AU. അയൺ Fe, ഫെറം എന്നതാണ് പറയുന്നത്. ഓക്കെ, ലാറ്റിൻ നാമം എന്താന്ന് ചോദിച്ചാൽ ഫെറമാണ്. ഫെറം. ഓക്കെ, ഇനി ലെഡിന്റെ പ്രതീകം എത്രയാ? PB എന്നാണ്. ലെഡ് എത്രയാ? എന്താ അതിന്റെ ലാറ്റിൻ നാമം എന്ന് പറയുന്നത്? പ്ലംബിസം. പൊട്ടാസ്യം K ആണ്. കാലിയം. സിൽവർ AG, അർജന്റം. ഓക്കെ, അപ്പോൾ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് ഈ സിൽവറിന്റെ ആറ്റോമിക സംഖ്യയൊക്കെ എത്രയാണെന്നുള്ളത്. സിൽവർ എന്ന് പറയുമ്പോൾ AG, അർജന്റം എത്രയാ? 47. നമ്മൾ അർജന്റായിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് ഓർത്താൽ മതി. അപ്പം സിൽവർ AG, അർജന്റം. ഓക്കെ, സോഡിയം Na, നാട്രിയം. ഓക്കെ, സോഡിയം Na, നാട്രിയം. ടിന്ന് SN, സ്ഥാനം. ടിന്നിന്റെ ആറ്റോമിക സംഖ്യ ചോദിക്കാറുണ്ട്. ടിന്ന് അതായത് 50 രൂപ തേഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടിന്നിലിട്ട് വയ്ക്കും. പണ്ട് ഈ കാശ് കുടിക്കൊക്കെ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്താണ്ടിരുന്നത്. അപ്പം ഓർത്താൽ മതി, ഒരു 50 രൂപ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുടുക്കയിലിട്ടു എന്ന് ഓർത്താൽ മതി. അപ്പം ടിന്ന് 50. ഓക്കെ, ടിന്നിലിട്ടു 50. ടങ്സ്റ്റൺ W, വുൾഫ്രം. കോപ്പർ Cu, കുപ്രമാണ്. മെർക്കുറി Hg എന്താണ്? ഹൈഡ്രാർജിയം. മെർക്കുറിയുടെ ആറ്റോമിക് സംഖ്യയാണ് 80 എന്ന് പറയുന്നത്, Hg. ആന്റിമണി Sb എന്താണ്? സ്റ്റിബിയം. ഓക്കെ, ആന്റിമണി Sb സ്റ്റിബിയമാണ്. അപ്പോൾ ലാറ്റിൻ നാമങ്ങളും അതേപോലെ തന്നെ എന്താണ് അതിൻ്റെ പ്രതീകവും അത് ഏത് മൂലകമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. സ്വർണം AU, ഓറം. അയൺ Fe, ഫെറം. ലെഡ് PB, പ്ലംബിസം. പൊട്ടാസ്യം K, കാലിയം. സിൽവർ AG, അർജന്റം. സോഡിയം Na, നാട്രിയം. ടിന്ന് SN, സ്ഥാനം. ടങ്സ്റ്റൺ W, വുൾഫ്രം. കോപ്പർ Cu, കുപ്രം. മെർക്കുറി Hg, ഹൈഡ്രാർജിയം. ആന്റിമണി Sb, സ്റ്റിബിയം. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്തു വച്ചേരട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. പീരിയോഡിക് ടേബിളിൽ അലസവാദങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് കാണപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അലസവാദങ്ങൾ ഏതാ? 18ാമത്തെ ഗ്രൂപ്പിലാണ്. അടുത്തത് കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്?
ഹീലിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏതാണ്? ഹീലിയമാണ്. പീരിയോഡിക് ടേബിളിലെ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഉത്കൃഷ്ടവാതകങ്ങൾ എന്ന് പറയുന്നത്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഇവ അറിയപ്പെടുന്നതാണ് എന്തെന്ന്? അലസവാതകങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ മറ്റു മൂലകങ്ങളുമായി സംയോജിക്കാത്തതിനാൽ ഇവ അറിയപ്പെടുന്നതാണ് എന്തെന്ന്? അലസവാതകങ്ങൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. റെഡോൺ ഒഴികെ മറ്റെല്ലാ വാതകങ്ങളും അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നു. ഉത്കൃഷ്ടവാതകങ്ങൾ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, അതേപോലെ തന്നെ എന്താണ്? റെഡോൺ, ഓർഗനേസൺ. ഓക്കെ, അപ്പോൾ ഉത്കൃഷ്ടവാതകങ്ങളാണ് ഏതൊക്കെ? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗനേസൺ. ഉത്കൃഷ്ടവാതകങ്ങൾ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വില്യം റാംസെ ആണ്. ഉത്കൃഷ്ടവാതകങ്ങളുടെ സംയോജകത 0 ആയിരിക്കും. ഉത്കൃഷ്ടവാതകങ്ങളുടെ ഇലക്ട്രോൺ അഫിനിറ്റി എത്രയാണെന്ന് ചോദിച്ചാൽ അത് 0 ആണ്. അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകം ഏതാന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതിൻ്റെ ഉത്തരം ഹീലിയമാണ്. ഓക്കെ, അപ്പോൾ അഷ്ടക നിയമം പാലിക്കാത്ത 0 ഗ്രൂപ്പ് മൂലകമാണ് ഏതെന്ന് പറയുന്നത്? ഹീലിയം എന്ന് പറയുന്നത്. ഹീലിയത്തിൻ്റെ തിളനില എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് 4.2 കെൽവിനാണ്. ഹീലിയത്തിൻ്റെ തിളനില എന്ന് പറയുന്നത് 4.2 ആണ്. ഓക്കെ, ഇനി മറഞ്ഞിരിക്കുന്ന വാതകം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഇത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ LGS ലെവലിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊക്കെ കാണാൻ പറ്റും. ഈ പറയുന്ന മറഞ്ഞിരിക്കുന്ന വാതകം ഏതാണ്? അതേതാണ്? ക്രിപ്റ്റോൺ ആണ് മറഞ്ഞിരിക്കുന്ന വാതകം എന്ന് പറയുന്നത്. ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം എന്ന് പറയുന്നതും എന്താണ്? നിയോൺ ആണ്. ആവർത്തന പട്ടികയിലെ 10ാമത്തെ മൂലകം എന്ന് പറയുന്നത് നിയോൺ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്. അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായി UN ആചരിക്കുന്നത് എന്നാണ്? അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായി UN ആചരിക്കുന്നത് എന്നാ? 2019. ഓക്കെ, അപ്പോൾ അന്താരാഷ്ട്ര പീരിയോഡിക് ടേബിൾ വർഷമായി UN ആചരിക്കുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2019. ഓക്കെ, അടുത്തത് റോഡിൻഡിസൈഡായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? റോഡിൻഡിസൈഡായിട്ട് ആക്ച്വലി ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എലിവിഷമൊക്കെ ഇല്ലേ, എലിവിഷമായിട്ട് ഉപയോഗിക്കുന്ന എലിവിഷത്തിൽ ഏറ്റവും കൂടുതലുള്ളതാണ് ഈ പറയുന്ന സിങ്ക് ഫോസ്ഫൈഡും ആഴ്സനിക് സൾഫൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ റോഡൻഡിസൈഡായിട്ട് ഉപയോഗിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിങ്ക് ഫോസ്ഫൈഡും അതേപോലെ തന്നെ ആഴ്സനിക് സൾഫൈഡുമാണ്. നമുക്കറിയാം വിഷങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് ആഴ്സനിക് എന്ന് പറയുന്നത്. അടുത്തത് എല്ലുകളുടെയും പല്ലുകളുടെയും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാന്ന് ചോദിച്ചാൽ അത് കാൽസ്യമാണ്. അപ്പോൾ എല്ലുകളിലും പല്ലുകളിലും ധാരാളമായി അടങ്ങിയിരിക്കുന്ന ലോഹം കാൽസ്യം. ആറ്റോമിക നമ്പർ 25 മൂലകം ഏതാന്ന് ചോദിച്ചാൽ അത് മാംഗനീസ് ആണ്. മനുഷ്യ ശരീരത്തിനും മൃഗങ്ങളിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹമാണ് കാൽസ്യം. രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് ഏതാന്ന് ചോദിച്ചാൽ അത് മഗ്നീഷ്യമാണ്. ഹരിതകത്തിൽ ഏറ്റവും അടങ്ങിയിരിക്കുന്ന ലോഹം അത് മഗ്നീഷ്യമാണ്. അപ്പോൾ ഹരിതകത്തിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മഗ്നീഷ്യമാണ്. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ ധാതു ഏതാണ്? താഴെ പറയുന്നവയിൽ ഇരുമ്പിൻ്റെ ധാതു ഏതാ? ഹെമറ്റൈറ്റ് ആണ് ഇരുമ്പിൻ്റെ ധാതു എന്ന് പറയുന്നത്. ഹെമറ്റൈറ്റ് ഇരുമ്പിൻ്റെ ആറ്റോമിക നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? ഇരുമ്പിൻ്റെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത് 26 ആണ് ഇരുമ്പിൻ്റെ ആറ്റോമിക നമ്പർ. ഭൂമിയുടെ അകക്കാമ്പിൽ കൂടുതലായി കാണപ്പെടുന്ന ലോഹമാണ് ഏതെന്ന് പറയുന്നത്? ഇരുമ്പെന്ന് പറയുന്നത്. ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഇരുമ്പാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അയിര് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാഗ്നറ്റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ ഇരുമ്പടങ്ങിയിരിക്കുന്ന അയിര് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം മാഗ്നറ്റൈറ്റ് ആണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള അയിരാണ് മാഗ്നറ്റൈറ്റ് എന്ന് പറയുന്നത്. വ്യാവസായികമായി ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അയിര് ഹെമറ്റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ മാഗ്നറ്റൈറ്റ് ആണ്, പക്ഷെ വ്യാവസായികമായിട്ട് ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹെമറ്റൈറ്റ് ആണ്. ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസ് ആണ് എന്ത്? ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം ബ്ലാസ്റ്റ് ഫർണസ്. ഈ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന മാലിന്യങ്ങൾ അടങ്ങിയ അയണേനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പിഗ് അയൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്നും ലഭിക്കുന്ന മാലിന്യങ്ങൾ അടങ്ങിയ അയണിന് പറയുന്ന പേരാണ് പിഗ് അയൺ. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താണ് വ്യാവസായികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന മക്കളെ ഏതാ? ഹെമറ്റൈറ്റാ.
എന്നാൽ ഇരുമ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ളത് ഏത് ഇരുമ്പിലാന്ന് ചോദിച്ചാൽ അത് മാഗ്നറ്റൈറ്റിലാണ്. ഓക്കെ, ഇനി ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് ബ്ലാസ്റ്റ് ഫർണസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്ലാസ്റ്റ് ഫർണസിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് ഏതെന്ന് പറയുന്നത് കാർബൺ എന്ന് പറയുന്നത്. ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം ചോദിച്ചേണ്ട അങ്ങനെ തന്നെ അതേതാണ്? പച്ചിരുമ്പാണ് ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായിട്ടുള്ള രൂപം ഏതാണെന്ന് ചോദിച്ചാൽ അത് പച്ചിരുമ്പാണ്. കാരണം LGS ലെവലിൽ ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്ന ഇരുമ്പിന്റെ ഏറ്റവും ശുദ്ധമായ രൂപം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചേണ്ട അത് പച്ചിരുമ്പാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞാണ്, അതുകൊണ്ടാണോ പിന്നെ നമ്മൾ എന്ത് ചെയ്യാതെ പറയാത്തത്. ഓക്കെ, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്, രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാസവസ്തുക്കളുടെ രാജാവ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് ആണ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാ? സൾഫ്യൂരിക് ആസിഡിനെ തന്നെയാണ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നു, സൾഫ്യൂരിക് ആസിഡ്. എന്നാൽ സ്പിരിറ്റ് ഓഫ് സാൾട്ട് എന്നറിയപ്പെടുന്നതോ അത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഓയിൽ ഓഫ് വിട്രിയോള് സൾഫ്യൂരിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് എന്താണ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മക്കളെ അങ്ങനെയാണെങ്കിൽ സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് അത് അതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്, എന്താ? നൈട്രിക് ആസിഡ്. ഓക്കെ, അപ്പോൾ സ്പിരിറ്റ് ഓഫ് എന്താണ് സാൾട്ട് എന്നറിയപ്പെടുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് ഓയിൽ ഓഫ് വിട്രിയോൾ എന്നറിയപ്പെടുന്നത് സൾഫ്യൂരിക് ആസിഡ്, സ്പിരിറ്റ് ഓഫ് നൈറ്റർ എന്നറിയപ്പെടുന്നത് നൈട്രിക് ആസിഡ്. സൂപ്പർ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്നത് ഹീലിയം ആണ്. മറഞ്ഞിരിക്കുന്ന വാതകം ക്രിപ്റ്റോൺ ആണ്. ശക്തിയേറിയ വാതകം എന്നറിയപ്പെടുന്നത് സെനോൺ ആണ്. വിഷങ്ങളിലെ രാജാവ് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്, ഏതാണ്? ആഴ്സനിക് ആണ് വിഷങ്ങളിലെ രാജാവ്. ചിരിപ്പിക്കുന്ന വാതകം നൈട്രസ് ഓക്സൈഡ്. നൈട്രസ് ഓക്സൈഡ് നമ്മൾ എന്ത് ചെയ്താൽ മണത്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? നമ്മൾ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കും, അവസാനം നമുക്ക് പ്രാന്താന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ് ചിരിപ്പിക്കുന്ന വാതകം? നൈട്രസ് ഓക്സൈഡ്. ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നതാണ് സ്വർണം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണത്തിന്റെ എന്താണ് ആറ്റോമിക നമ്പർ സംഖ്യ എത്രയാന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ. അപ്പൊ രേഖപ്പെടുത്തിക്കോട്ടോ. ഓക്കെ, സാധാരണ ലോഹം മെർക്കുറി, ക്വിക്ക് സിൽവർ മെർക്കുറി, ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം, ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം, വൈറ്റ് ഗോൾഡ് പ്ലാറ്റിനം. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ ഏതാ? മഗ്നീഷ്യം ആണ്. രാസസൂര്യൻ മഗ്നീഷ്യം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് രാസസൂര്യൻ മഗ്നീഷ്യം. അടുത്താണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഒത്തിരി തവണ PSC ചോദിക്കാറുണ്ട് ഓരോ സാധനങ്ങളിലും അതിലടങ്ങിയിരിക്കുന്ന ആസിഡുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ മാലിക് ആസിഡ് ആണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്നത്. തക്കാളിയിലാണെങ്കിലോ ഓക്സാലിക് ആസിഡ് ആണ്. തക്കാളി ഓക്സാലിക് ആസിഡ്. നേന്ത്രപ്പഴം ഓക്സാലിക് ആസിഡ്, ചുവന്നുള്ളി ഓക്സാലിക് ആസിഡ്, ചോക്ലേറ്റ് ഓക്സാലിക് ആസിഡ്. അപ്പോൾ മക്കൾ ഇത് ഇങ്ങനെ ഓർത്താൽ മതി, താനെ ചൂച്ചോ ഓക്സാലിക്. ഓക്കെ, താനെ ചൂച്ചോ ഓക്സാലിക്. അപ്പൊ എന്താണ്? തക്കാളി അവിടെ വന്നു, നേന്ത്രപ്പഴം അവിടെ വന്നു, ചുവന്നുള്ളി അവിടെ വന്നു, ചോക്ലേറ്റ് അവിടെ വന്നു. അപ്പോൾ താനെ ചൂച്ചോ എന്താണ്? ഓക്സാലിക്. അപ്പോൾ താനെ ചൂച്ചോ ഓക്സാലിക് എന്ന് ഓർത്താൽ മതി. അപ്പൊ എന്താണ്? അതിൻ്റെ അകത്ത് എല്ലാം വരുന്നുണ്ട്, എല്ലാം എന്ത് തന്നെയാ? ഓക്സാലിക് ആസിഡ് ആണ്. തക്കാളി, നേന്ത്രപ്പഴം, ചുവന്നുള്ളി, ചോക്ലേറ്റ്. പുളി ടാർട്ടാറിക് ആസിഡ്, മുന്തിരി ടാർട്ടാറിക് ആസിഡ്, ആപ്പിള് മാലിക് ആസിഡ്. ഇനി എണ്ണയാണെങ്കിലോ സ്റ്റിയറിക് ആസിഡ് ആണ് എണ്ണ. കൊഴുപ്പും സ്റ്റിയറിക് ആസിഡാണ്. പാമോയില് പാൽമിറ്റിക് ആസിഡ്. മരച്ചീനി ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണേണ്ടോ ഇത് മരച്ചീനി. പ്രൂസിക് ആസിഡ് അല്ലെങ്കിലോ ഹൈഡ്രോസയാനിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം എന്ത് ചെയ്യുക എഴുതാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പറയാറില്ല ചില മരച്ചീനി, അതായത് കപ്പ എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അപ്പോൾ അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് കട്ട് പിടിക്കും എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന അതിൻ്റെ അകത്ത് ഹൈഡ്രോസയാനിക് ആസിഡ് അല്ലെങ്കിൽ പ്രൂസിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കപ്പ അല്ലെങ്കിൽ മരച്ചീനി കഴിക്കുന്ന സമയത്ത് എന്താണ് നൈട്രജൻ അടങ്ങിയ ഫുഡ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? കഴിക്കുകയാണെങ്കിൽ ഇതെന്ത് ചെയ്യും? ഡൈലൂഷൻ ആവും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ കാരണന്മാർ പറയുന്നത് നിങ്ങൾ കപ്പ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ മീനോ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന പയറുവർഗ്ഗങ്ങളിൽപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ എന്താവില്ല? നമുക്ക് ഈ പറയുന്ന കട്ട് അതിൻ്റെ കിട്ടത്തില്ല. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ഇനി തേയില ടാനിക് ആസിഡ്, തേങ്ങ കാപ്രിക് ആസിഡ്, അരിയാണെങ്കിലോ ഫൈറ്റിക് ആസിഡ്. അരി കഴിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഫൈറ്റ് ചെയ്യണത്. ഉറുമ്പ് ഫോമിക് ആസിഡ്, കടന്നലും ഫോമിക് ആസിഡ്. അപ്പോൾ ഉറുമ്പ്
കടന്നലൊക്കെ ഫോമിക് ആസിഡ് ആണ്. ഇനി തേനീച്ചയും ഫോമിക് ആസിഡാണ്. അപ്പൊ ഈ കുത്താൻ പോണ ടീമുകളിലൊക്കെ എന്താണ് ഫോമിക്ക. തേനീച്ച മെഴുക് സെറോട്ടിക് ആസിഡ്, സോഡാജലം കാർബോണിക് ആസിഡ്, സോഫ്റ്റ് ഡ്രിങ്ക് ആണെങ്കിലോ ഫോസ്ഫോറിക് ആസിഡ്, നാരങ്ങ സിട്രിക് ആസിഡ് ആണ്, ഓറഞ്ചും സിട്രിക് ആസിഡ്, പാഷൻ ഫ്രൂട്ടും സിട്രിക് ആസിഡ്. കാരണം എന്താ, ഈ നാരങ്ങ, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ടൊക്കെ എന്താണ് വൈറ്റമിൻ സി കണ്ടന്റ് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടിരിക്കുന്ന എന്താണ് ഈ പറയുന്ന ഫ്രൂട്ട്സുകളാണ് നാരങ്ങ, ഓറഞ്ച്, പാഷൻ ഫ്രൂട്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് എന്താണ് ഈ പറയുന്ന മുറിവ് പെട്ടെന്ന് ഉണങ്ങാനായിട്ട് സഹായിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. വൈറ്റമിൻ സിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ് ചർച്ച ചെയ്തു പോയതാണ്. നെല്ലിക്കയിലാണെങ്കിലോ അസ്കോർബിക് ആസിഡ്, അസ്കോർബിക് ആസിഡ് ആണ് നെല്ലിക്ക. തൈര് ലാക്റ്റിക് ആസിഡ്. വെറ്റിലയിലാണ് കാറ്റച്ചൂണിക്ക്. ഓക്കെ, ചൂയിങ്കം എന്ന് ഓർത്താൽ മതി. അപ്പൊ ചൂയിങ്കം നമ്മൾ എന്ത് ചെയ്യണേ, ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കാനല്ലേ ചൂയിങ്കം. അപ്പൊ വെറ്റില ചവച്ചു എന്ന് ഓർത്താൽ മതി, ചൂയിങ്കം. എന്താണ് കാറ്റച്ചൂണിക് ആസിഡ്. ഓക്കെ, അപ്പോൾ വെറ്റില എന്താണ് കാറ്റച്ചൂണിക് ആസിഡ്. വിനാഗിരി അസറ്റിക് ആസിഡ്. ആസ്പെരിൻ അസറ്റൈൽ സാലിസിലിക് ആസിഡ്. മാംസ്യമാണെങ്കിലോ അമിനോ ആസിഡ്. മൂത്രം യൂറിക് ആസിഡ്. മണ്ണ് ഫ്യൂമിക് ആസിഡ്. ഓക്കെ, ഹ്യൂമിക് ആസിഡ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, ഓരോ സാധനങ്ങളിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാന്നുള്ളത് പഠിച്ചു വെക്കുക. എപ്പോഴും PSC എന്ത് ചെയ്യാറുണ്ട്, ഒരു മാർക്കിന് അവിടെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഈ പറയുന്ന ഓരോന്നിലും അടങ്ങിയിരിക്കുന്ന ആസിഡ് അതെന്തായാലും എന്ത് ചെയ്യുക, ഓർത്തു വയ്ക്കുക. ഓക്കെ, ഇനി താഴെ പറയുന്നവയിൽ കറിയുപ്പിന്റെ രാസനാമം ഏതാണ്? ചോദ്യം ഓപ്ഷൻ ഒന്നും ഞാൻ തരുന്നില്ല, കാരണം ഓൾറെഡി നമ്മൾ ഇതൊക്കെ പഠിച്ചു പോയേക്കുന്നതാണ്. സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അപ്പൊ രാസനാമങ്ങൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചോ. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ് ആണ്. കറിയുപ്പ് സോഡിയം ക്ലോറൈഡ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അലക്കുകാരം സോഡിയം കാർബണേറ്റ്. അപ്പക്കാരം സോഡിയം ബൈകാർബണേറ്റ് ആണ് അപ്പക്കാരം. വാട്ടർ ഗ്ലാസ് സോഡിയം സിലിക്കേറ്റ്. ഹൈപ്പോ സോഡിയം തയോസൾഫേറ്റ്. ഇന്ദുപ്പ് പൊട്ടാസ്യം ക്ലോറൈഡ്. കാസ്റ്റിക് പൊട്ടാഷ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലൂണാർ കാസ്റ്റിക് സിൽവർ നൈട്രേറ്റ്. ചിലി സാൾട്ട് പീറ്റർ റോഡിയം നൈട്രേറ്റ്. കുമ്മായം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ചുണ്ണാമ്പുകല്ല് മാർബിള് കാൽസ്യം കാർബണേറ്റ്. നീറ്റുകക്ക കാൽസ്യം ഓക്സൈഡ്. ബ്ലീച്ചിങ് പൗഡർ ആണ് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ്. ചുണ്ണാമ്പ് വെള്ളം കാൽസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ രാസനാമങ്ങളുമായി ബന്ധപ്പെട്ട് പഠിച്ചു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും PSC എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട് ഈ ചോദ്യങ്ങൾ. ഓക്കെ, അടുത്തത് നമ്മളൊരു സോപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ സോപ്പിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ TFM ആണ്. അപ്പോൾ നമ്മൾ TFM ഒക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു സോപ്പ് നല്ലതാണോ എന്നൊക്കെ തീരുമാനിക്കണം. അല്ലാതെ സ്മെല്ലൊന്നും നോക്കിയിട്ടല്ല. ചില ആളുകൾ നമ്മൾ സോപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യും, അതിങ്ങനെ മണത്ത് നോക്കും, എന്നിട്ട് പറയും ഓ ഈ സോപ്പ് എന്താണ് സൂപ്പറാണെന്ന് പറയും. ചിലപ്പോൾ ആ സോപ്പായിരിക്കും ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സ്കിന്നിനെ ബാധിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, TFM അതായത് ടോട്ടൽ ഫാറ്റി മാറ്റർ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു സോപ്പ് നല്ലതാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത്, അല്ലാതെ സ്മെല്ലല്ല. ഓക്കെ, ചുമ്മാ പറഞ്ഞാണ് കേട്ടോ. അടുത്തത് എന്താണ്, ഒരു സോപ്പിലുള്ള സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം ലവണത്തിന്റെ രൂപത്തിലുള്ള മൊത്തം കൊഴുപ്പ് പദാർത്ഥത്തിന്റെ ശതമാനമാണ് എന്തെന്ന് പറയുന്നത്, TFM എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോപ്പിലുള്ള സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം എന്താണ് ലവണത്തിന്റെ രൂപത്തിലുള്ള മൊത്തം കൊഴുപ്പ് പദാർത്ഥമാണ്, അതിന്റെ ശതമാനമാണ് TFM എന്ന് പറയുന്നത്. ഒരു സോപ്പിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? TFM, ടോട്ടൽ ഫാറ്റി മാറ്റർ ആണ് ഒരു സോപ്പിന്റെ ഗുണനിലവാരം നിശ്ചയിക്കുന്ന ഘടകം എന്ന് പറയുന്നത് TFM ആണ്. ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM എന്ന് പറയുന്നത് 76%. ഓക്കെ, അപ്പോൾ എന്താണ്, ISI മാനദണ്ഡം അനുസരിച്ച് 1ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് 76% TFM എന്നുള്ളത്. 2ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പ് ഉണ്ടായിരിക്കേണ്ടതോ 70%. ഓക്കെ, 3ാം ഗ്രേഡ് ടോയ്ലറ്റ് സോപ്പിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ TFM 60%. അപ്പൊ നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുക, നിങ്ങളുടെ സോപ്പ് എടുത്തിട്ട് ആ സോപ്പിന്റെ ബാക്കിൽ അതിന്റെ TFM എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ആ TFM എത്രയാണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. എത്ര ശതമാനമാണ്, 76ന് മുകളിലാണോ, 76ന് താഴെയാണോ, 60ലും താഴെയാണോ, ഏത് ഗ്രേഡ് സോപ്പാന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം ഇട്ട് പതപ്പിക്കാൻ കേട്ടോ. അല്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള എന്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, സോഡിയം
അല്ലെങ്കിൽ പൊട്ടാസ്യം ലവണത്തിൻ്റെ എന്താണ് ആ ഒരു കണ്ടന്റാണ് അതിൻ്റെ അകത്ത് പറയണത്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ സോപ്പ് ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അതായത് ഒരു ലായനി ആസിഡ് ആണോ ബേസ് ആണോ എന്ന് തിരിച്ചറിഞ്ഞത് pH മൂല്യം അനുസരിച്ചാണ്. pH മൂല്യത്തിൻ്റെ കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്തേണ്ട പറഞ്ഞേക്കണതാണ്. അപ്പോൾ അടുത്തതാണ്, അതായത് സാധാരണ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് എന്താണ്? സാധാരണ ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്നത് എന്താണ്? സാധാരണ ടേബിൾ ഷുഗർ, സാധാരണ ടേബിൾ ഷുഗറിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സൂക്രോസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാധാരണ ടേബിൾ ഷുഗർ ആണ് എന്തെന്ന് പറയുന്നത്? സൂക്രോസ് എന്ന് പറയുന്നത്. സാധാരണ ടേബിൾ ഷുഗർ സൂക്രോസ്. കരിമ്പിലെ പഞ്ചസാരയോ അതും എന്ത് തന്നെയാ? സൂക്രോസ് തന്നെയാ. ഓക്കെ, അപ്പോൾ കരിമ്പിലെ പഞ്ചസാര സൂക്രോസ് ആണ്. ഇനി ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നതും എന്ത് തന്നെയാ? സൂക്രോസാ ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നത്. തേനിലെ പഞ്ചസാര ഗ്ലൂക്കോസ് ഫ്രാക്ടോസ്. പഴങ്ങളിലെ പഞ്ചസാരയാണെങ്കിലോ അത് ഫ്രക്ടോസ് ആണ്. ഫ്രക്ടോസ്, പഴങ്ങളിലെ പഞ്ചസാര ഫ്രക്ടോസ്. പാലിലെ പഞ്ചസാരയാണ് ലാക്ടോസ്. നമ്മൾ ലാക്റ്റിക് ആസിഡ് അടങ്ങിയിരിക്കുന്നത് പാലും പാലുൽപ്പന്നങ്ങളിലുമാണ്, നമുക്കറിയാം. ഓക്കെ, ബാർലിയിലെ പഞ്ചസാരയാണ് മാൾട്ടോസ്. ഓക്കെ, ബാർലിയിലെ പഞ്ചസാര മാൾട്ടോസ്. അന്നജത്തിലെയും എന്ത് തന്നെയാ? മാൾട്ടോസ് ആണ്. രക്തത്തിലെ പഞ്ചസാരയാണ് ഏതെന്ന് പറയുന്നത്? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. അപ്പോൾ രക്തത്തിലെ പഞ്ചസാര ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതാണ്? ഗ്ലൂക്കോസ് ആണ് രക്തത്തിലെ പഞ്ചസാര എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. അപ്പോൾ സാധാരണ ടേബിൾ ഷുഗർ സൂക്രോസ്, കരിമ്പിലെ സൂക്രോസ്, ബീറ്റ് ഷുഗർ എന്നറിയപ്പെടുന്നതും സൂക്രോസ്. തേനാണെങ്കിൽ ഗ്ലൂക്കോസ് ഫ്രക്ടോസ്, പഴങ്ങളിൽ ഫ്രക്ടോസ്, പാലിൽ ലാക്ടോസ്, ബാർലിയിൽ മാൾട്ടോസ്, അന്നജത്തിൽ മാൾട്ടോസ്, രക്തത്തിലെ ഗ്ലൂക്കോസ്. ഇനി ഗ്ലാസിന് മഞ്ഞ നിറം നൽകുന്ന ലവണം ഏതാണ്? PSC ചോദിച്ചിട്ടുണ്ട്, ഗ്ലാസിന് മഞ്ഞ നിറം നൽകുന്ന ലവണം ഏതാ മക്കളെ? ഫെറിക് ലവണമാണ് ഗ്ലാസിന് മഞ്ഞ നിറം നൽകുന്നത്. ഫെറിക് ലവണമാണ് കേട്ടോ. അപ്പോൾ ഗ്ലാസിന് മഞ്ഞ നിറം നൽകുന്നത് നമുക്കറിയാം. ചില നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഗ്ലാസ്സുകൾ ചില മഞ്ഞ കളറിൽ ഇരിക്കണതാണ്. ആ മഞ്ഞ കളറോട് കൂടിയ ഗ്ലാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? അത് ഫെറിക് ലവണം കൊണ്ട് നിർമ്മിച്ച ഗ്ലാസ് ആണ് മഞ്ഞ നിറത്തിൽ കാണപ്പെടുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഈ ഹൗസ് വാമിങ്ങിനൊക്കെ കൊടുക്കുന്ന ഗ്ലാസ്സുകൾ മഞ്ഞ കളറ്, പച്ച കളറ്, നീല കളറ് അങ്ങനെയുള്ള ഗ്ലാസ്സുകളായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഫെറിക് ലവണമാണ് മഞ്ഞ നിറം നൽകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫെറസ് ലവണമാണെങ്കിൽ പച്ച നിറമാണ്. ഫെറസ് പച്ച, ഫെറിക്ക് മഞ്ഞ. കൊബാൾട്ട് ലവണമാണെങ്കിലോ കൊബാൾട്ട് അടങ്ങിയ ഗ്ലാസ് ആണ് നീല കളറിൽ കാണപ്പെടുന്നത്. അപ്പോൾ കൊബാൾട്ട് അടങ്ങിയത് നീല ഗ്ലാസ് ആണ്. ഓക്കെ, അപ്പോൾ കൊബാൾട്ട് നീല. മാംഗനീസ് ഡയോക്സൈഡ് ആണെങ്കിൽ പർപ്പിൾ ആണ്. മാംഗനീസ് ഡയോക്സൈഡ് പർപ്പിൾ ആണ്. അതേപോലെ തന്നെ നിക്കൽ സാൾട്ട് ചുവപ്പാണ്. കുപ്രസ് ഓക്സൈഡ് ചുവപ്പ്. കാഡ്മിയം സൾഫൈഡ് മഞ്ഞയാണ്. യുറേനിയം ഓക്സൈഡ് മഞ്ഞ. ക്രയോലൈറ്റ് വെള്ള. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും ഓർത്തു വയ്ക്കുക. ഫെറിക്ക് പച്ച, ഫെറിക്സ് ലവണം മഞ്ഞ, കൊബാൾട്ട് നീല, മാംഗനീസ് ഡയോക്സൈഡ് പർപ്പിള്, നിക്കൽ സാൾട്ട് ചുവപ്പ്, കുപ്രസ് ഓക്സൈഡ് ചുവപ്പ്, കാഡ്മിയം സൾഫൈഡ് മഞ്ഞ, യുറേനിയം ഓക്സൈഡ് മഞ്ഞ, ക്രയോലൈറ്റ് മഞ്ഞ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നേരെ എന്ത് ചെയ്യുക? നമ്മുടെ ടെലഗ്രാം ഫാമിലി ആയിട്ടുള്ള വൺ ക്ലിക്ക് PSC ടെലഗ്രാം ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതേപോലെ ഇതുവരെയായിട്ട് നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചാനലിൽ ഒന്ന് ജോയിൻ ചെയ്തോട്ടോ. തൽക്കാലത്തേക്ക് എന്തല്ല, നിലവിൽ നമ്മുടെ ടെലഗ്രാമിൽ വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ എന്ത് ചെയ്യാം? ടെലഗ്രാം തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കൃത്യം 9 മണിക്ക് തന്നെ നമ്മുടെ ഈ ഒരു ക്ലാസ്സുമായി അനുബന്ധിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാവും. അതിൻ്റെ നമ്മൾ മാക്സിമം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബോൾ ആയിരിക്കും. മറക്കാതെ അതൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ ഞാനിത് ക്ലാസ് കഴിഞ്ഞ് നിങ്ങളെല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്തേക്കാം? ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്തേക്കാം. അപ്പോൾ ക്ലാസ് കാണുക, അതിനുശേഷം നോട്ട് വായിക്കുക, അതിനുശേഷം കൃത്യം 9 മണിക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്, അതിലും അറ്റൻഡ് ചെയ്യുക. കറക്റ്റ് സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകുന്നതെങ്കിൽ. ഇപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ എക്സാമുകൾ സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 എല്ലാം എടുത്തു നോക്കി കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ 55-60 മാർക്കിലേക്ക്, അതായത് തുടക്കക്കാരായ ഒരു ഉദ്യോഗാർത്ഥിക്ക് പോലും 60 മാർക്കിലേക്ക് എത്താൻ പറ്റിയെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി തന്നെയാണ് അവരെ ആ ഒരു റാങ്കിലേക്ക് കൊണ്ടുപോയി എത്തിച്ചത്. കാരണം ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് പോലും നമ്മുടെ 1 മണിക്കൂറിന് മുകളിലേക്ക് അല്ലാത്ത ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടില്ല. കാരണം എന്താണോ നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ്, അതും ക്ലാസ് തുടങ്ങിയ നമ്മൾ ഒരു ദിവസം പോലും അതിന് പെൻഡിങ് വരുത്താറില്ല. എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് ക്ലാസ്
എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് PDF നോട്ട്, എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് എന്താണ് ക്വസ്റ്റ്യൻ ബോർഡ്. ഇത്രയും 3 പ്രോസസ്സിലൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, നിങ്ങൾക്ക് പഠിച്ചൊരു ജോലി എന്നുള്ളത് ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 100% ഗ്യാരണ്ടിയാണ് ജോലി കിട്ടിയിരിക്കും. കുറേ ഉദ്യോഗാർത്ഥികൾ പറയുന്നുണ്ട് നമ്മുടെ അടുത്ത് പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോഴും എന്താണ് നമ്മൾ നിലവിലൊരു ബാച്ചും സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല. ഇനി നമ്മൾ LGS സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആണ് ഇനി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ആയിട്ടില്ല അതിൻ്റെ തീരുമാനം. ഞാൻ എന്തായാലും എന്ത് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാം തുടർന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പുതിയ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനി ഏകദേശം 2 ദിവസങ്ങളോട് കൂടി എന്ത് ചെയ്യാണ്, നമ്മുടെ റാപ്പിഡ് റിവിഷൻ സീരീസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇനി നമുക്ക് പഠിക്കാനുള്ള കലാകായികവും അതേപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക്, കുറച്ച് കറണ്ട് അഫയേഴ്സ് ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്ത് പോയേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തുകൊണ്ടുള്ള അടുത്ത ക്ലാസ് ഉടൻ തന്നെ വരുന്നതായിരിക്കും. നാളെ നമുക്കപ്പോൾ ക്ലാസ് ഉണ്ടാവും, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വീക്ക് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, അതായത് നമ്മുടെ ഏറ്റവും എന്താണ് റീസെൻ്റ് ആയിട്ട് വരുന്ന 7-ാം തീയതിയിലെ എക്സാമിന് മുന്നേ റാപ്പിഡ് റിവിഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കും. അപ്പോൾ ഇത്രയും നമ്മുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒത്തിരി ആളുകളുണ്ട്. എല്ലാവർക്കും ഒത്തിരി സ്നേഹവും അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടിന് എന്താ പറയാൻ പറ്റുന്നില്ല എന്താന്നുള്ളത്. കാരണം പലപ്പോഴും എന്താണ് കാരണം നിങ്ങൾ തരുന്ന ആ ഒരു എന്താണ് മെസ്സേജും അതേപോലെ തന്നെ ലൈക്കും ഇതൊക്കെയാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. കാരണം ചിലപ്പോഴൊക്കെ കാരണം ഇത് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോസുകളും ചെയ്യുന്നത്. അപ്പോൾ പിന്നീടും നിങ്ങൾ ആരും റെസ്പോണ്ടൊന്നും ചെയ്യാതെ വരുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. എങ്കിലും പിന്നെ എന്താണ് ഒത്തിരി ആളുകൾ എന്താണ് സാറേ എന്തായാലും നമുക്കിത് കണ്ടിന്യൂ ചെയ്യണം എന്നൊക്കെയുള്ള നിങ്ങളുടെ മെസ്സേജുകളും അതേപോലെ നിങ്ങളുടെ എന്താണ് കമൻസുകളും ഒക്കെയാണ് നമ്മളെ ഇതുവരെ എത്തിച്ചത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും നിങ്ങൾക്ക് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, തുടർന്നും ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.